അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിവിടെ അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിനി. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാറ്റി ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാറ്റി ബർഗറാണ്. അപ്പോൾ അത്ര പണിയൊന്നുമില്ല, സിമ്പിളാണ് ഉണ്ടാക്കാനും. ഞാനിവിടെ 1 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ജ്യൂസിൻ്റെ ജാറിലേക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയതാണിത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ജ്യൂസ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്യുക. സൺഫ്ലവർ ഓയിൽ ആയാലും പ്രശ്നമില്ല. ഇനി അടുത്തതായിട്ട് ഇതിൽ കാണുന്നത് പോലെ കുറച്ച് ഒരു ബോൾ പോലെ ആക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള പാറ്റിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പരത്തേണ്ടതില്ല. എനിക്കിവിടെ തിന്നായിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നല്ലോണം കൈകൊണ്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഈ പാറ്റി നമുക്ക് ഒരാഴ്ചയോളം ഫ്രീസറിൽ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആദ്യത്തെ ലെയർ വെച്ചതിന് ശേഷം അടുത്ത ലെയറും കൂടി ഉണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കവറോ വെച്ചിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അത് എടുക്കുമ്പോൾ ഒട്ടിപ്പിടിച്ച് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതൊരിക്കലും ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനേ പാടില്ല, വേഗം കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതുപോലെ ഓരോ ചീസ് സ്ലൈസസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ചീസ് മെൽറ്റായി കിട്ടും. ഇനി ബർഗർ ബണ്ണ് ഇതേ പാത്രത്തിൽ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും, ബർഗർ കുറച്ചുകൂടി ടേസ്റ്റി ആയി തോന്നും. ഇനി ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ സോസ് ഇവിടെ റെഡി. ഇനി ബർഗർ ബണ്ണിൻ്റെ മുകളിലായിട്ട് നമുക്ക് മയോനൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചീസ് ചിക്കൻ പാറ്റി ആഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ ക്യാപ്സിക്കം, ഓനിയൻ, ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുക്കുംബറും പിന്നെ ലെറ്റ്യൂസ് ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്ന ബണ്ണെടുത്തിട്ട് ആദ്യം മയോനൈസ് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസും കൂടി സ്പ്രെഡ് ചെയ്യണം. സോസും കൂടി വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ എല്ലാവരും സോസ് എന്തായാലും ഉണ്ടാക്കണം. പിന്നെ സോസ് ഉണ്ടാക്കുമ്പോൾ റെഡ് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കെച്ചപ്പിൽ ഒറിഗാനോ ആഡ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ചിക്കൻ പാറ്റി ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കുക. പിന്നെ നമ്മൾ ബീച്ചിലേക്ക് പോകുമ്പോഴാണ് വ്ളോഗ് എടുക്കാമെന്നുള്ള ഒരു ഓർമ്മ വന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. മോനിക്ക് ആദ്യം മുതലേ കടൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ മോൻ്റെ പേടിയും കൂടി ഒന്ന് മാറ്റുക. പിന്നെ 1 വയസ്സിനൊക്കെ മുമ്പാണ് നമ്മൾ ബീച്ചിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മോനിക്കിപ്പം 2 വയസ്സാവാറായി. അങ്ങനെ മോനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. കൊറോണൻ്റെ സിറ്റുവേഷൻ കൂടാണ്ട് അവിടുത്തെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് 2 ദിവസം മുമ്പ് റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല അവിടെ എത്താൻ പറ്റും, റോഡ് ഓപ്പൺ ആണോ എന്നൊന്നും അറിയില്ലുണ്ടായിട്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കടപ്പുറത്തേക്ക് പോകുന്ന ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്.
ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചിലേക്കുള്ള റോഡ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാലാണ് മെയിനായിട്ട് എല്ലാവരും വരുന്ന ബീച്ച്, പുളിമുട്ടിൽ ബീച്ചാണത്. അപ്പോൾ അവിടെ ഇങ്ങനെ കടലും പുഴയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ പാറയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല, കാരണം അവിടെ ഹെൽത്തിൻ്റെ 2 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേരും അഡ്രസ്സൊക്കെ എഴുതിയെടുത്ത്. അപ്പോൾ അവർ പറഞ്ഞ് ബീച്ചിലേക്കാണെങ്കിൽ 1 മണിക്കൂർ മാത്രമേ അലൗഡ് ഉള്ളൂ, പോലീസ് ഉണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ മോനെയും കൊണ്ട് കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് കടലിൻ്റെ തീരത്ത്. കൂടെ എൻ്റെ സിസ്റ്ററും കസിൻസൊക്കെ ഉണ്ടായിനി. അപ്പോൾ വേഗം പോയിട്ട് വരുമ്പോൾ ഒരു ബേജാറ് തന്നെയാണ്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലമാകുമ്പോൾ നമുക്ക് കുറച്ചധികം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്ത് നേരെ കടലിൻ്റെ തീരത്തേക്ക് പോയി. കടൽ കാണുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ് ഉണ്ടാവുക. എനിക്ക് എത്ര കടലിൽ കളിച്ചാലും മതിയാവലില്ല. പിന്നെ ആ കടലും ആ സ്കൈൻ്റെ കളറൊക്കെ ആകുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. പിന്നെ ആ സ്കൈൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അത് നോക്കിയിരിക്കാനും നല്ല ഭംഗിയാണ്. മാഷാ അല്ലാഹ്. ആദ്യമൊക്കെ മോന് വെള്ളത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു കയറുന്നത്. പിന്നെ നമ്മളിങ്ങോട്ടേക്ക് വരാനാകുമ്പോഴത്തേക്ക് വീണ്ടും വെള്ളത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് അവിടുന്ന് വന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ബീച്ചിലേക്ക്, എന്നാലും അങ്ങനെ പോകലൊന്നുമില്ല. ഇനി ഇൻഷാ അല്ലാഹ് പോകണമെന്നൊക്കെ ഉണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു ബർഗറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ആക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസായി വരുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.